കരങ്ങളെ അടിച്ചു കർത്തൃവാസനെ സ്വാഗതം ചെയ്താണ്. Thank you, Pastor Gigi. Such an honor to be in the house of fire, a house of power, a house of exousia, a house of authority. House of authority. Authority, അധികാരത്തിൻ്റെ ഭവനത്തിൽ കർത്താവ് അളിയനും കുടുംബത്തിന് വരാൻ കർത്താവ് ഇങ്ങനെ അവസരം തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. Thank you, Pastor, for this opportunity, and it's just amazing to be standing here as a witness. ഞാനിവിടെ റിസീവ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. I never expected this platform to even testify, but I honor the Lord for this amazing opportunity. ബ്രിസ്ബെയിനിൽ കർത്താവിൻ്റെ ദാസൻ അപ്പോസ്റ്റൽ ടിനു ജോർജ് കഴിഞ്ഞ നാളുകളിൽ ഒരു മെയിൻ റിവൈവൽ മീറ്റിങ്ങിനോട് ബന്ധപ്പെട്ട് ബ്രിസ്ബെയിനിലൊരു മീറ്റിംഗ് നടന്നു. ഇപ്പം കുടുംബമായിട്ട് അടിയനും എൻ്റെ വൈഫ് സേറയോട് ഇടപെട്ടു. എന്നിട്ട് ചുറ്റിനുള്ള നിന്നുകൊണ്ടിരുന്ന നമ്മുടെ ലീഡേഴ്സ് ടീമിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ക്രൗഡിനോടൊക്കെ പറഞ്ഞു, വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇന്ന് ഇപ്പം സേറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുഞ്ഞ് സേറയുടെ കുഞ്ഞല്ല, പക്ഷേ അടുത്ത വർഷം ഇതേ സമയത്ത് യു വിൽ ഹാവ് എ ബോയ്, എ ബ്യൂട്ടിഫുൾ ഹാൻസം കേലബ്. നിങ്ങൾ അറിയണം വേർ യു ആർ പ്ലേസ്ഡ്. You are in a house of authority, you are in a house of power. Exousia and dunamis is in this house. നേരിട്ടും indirectly and directly I have seen, witnessed and experienced what this great man of God carries. And from multiple continents across the world, through very formal and very true sources, we have seen amazing witnesses of what this apostle carries. So we are so blessed to be in this house. And also ഇത് പറയുമ്പോൾ തന്നെ ഒരു വാക്യം മാത്രം നിങ്ങളെ എൻകറേജ് ചെയ്യാൻ, ഈ അത്ഭുതം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്കും തലമുറ ബന്ധപ്പെട്ടോ എംപ്റ്റിനെസ് എന്തെങ്കിലും രീതികളിൽ നിങ്ങൾക്കൊരു ക്യാപ്പ് ഉണ്ടെങ്കിൽ, ജെനസിസ് ചാപ്റ്റർ 1 verses 2 it says, the earth was without form and void, the darkness was upon the face of the deep, and the spirit of God moved upon the face of the waters. ഭൂമി പാഴായും ശൂന്യമായും വരുന്നു. So good news is the Holy Spirit was hovering over the waters. Hallelujah. Where the darkness is, there is also a spirit of the Lord to make action. And God said that there be light, and there was light. And God saw the light that was good. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഇരുട്ടിൽ ആരെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വെളിച്ചമുള്ള സ്ഥലത്തോട് വരാനൊരു സന്ദേശം. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ കൂടുതൽ ഒരു പാട്ടിൻ്റെ ഒരു വഴി മാത്രം. അന്ന് ഞാനും അപ്പോസ്റ്റൽ ടിനി ജോർജും കർത്താവിൻ്റെ ഇമ്മാനുവൽ കെബിയും കൂടെ ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ ഇരുന്നപ്പോൾ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. പാസ്റ്റും കൂടെ പാടി. അതിൻ്റെ ഒരു വഴി മാത്രം, അത് കംപ്ലീറ്റായി. പക്ഷേ ഈ പാട്ടിലത്രയും എക്സ്പേർട്ടൊന്നുമില്ല. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അതിനകത്തൊരു എക്സ്പെർട്ടീസ് കയറി വരും. ഹല്ലേലൂയ. യഹോവ നല്ലവൻ, കഷ്ടങ്ങളിൽ ശരണമവൻ, എപ്പോഴും എന്നെ അറിയുന്നു. യഹോവ നല്ലവൻ, കഷ്ടങ്ങളിൽ ശരണമവൻ, എപ്പോഴും എന്നെ അറിയുന്നു. പടമോ യഹോവ നല്ലവൻ, കഷ്ടങ്ങളിൽ ശരണമവൻ, സാക്ഷ്യം ഏകദേശം ഇയേഴ്സായി. ആത്മീയ മക്കളും
ഉണ്ടാകുന്നതിനെക്കാട്ടിൽ ഏറ്റവും പ്രസക്തിയാണ് ഫിസിക്കൽ സൺ. I believe the apostle landed into that land of Brisbane with the source of authority. അത് അധികാരത്തോടെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാത്രമല്ല സംഭവിച്ചത്. ഇന്ന് ഞാനിവിടെ പറയാം, ഇവിടെ സാക്ഷ്യം നിങ്ങൾ ചിന്തിച്ചത് എനിക്ക് മാത്രമാണോ? അല്ല, ഒത്തിരി ആൾക്കാർക്ക് അത്ഭുതങ്ങൾ നടന്നു. ഹല്ലേലൂയ! ഒന്നിലധികം അതിൻ്റെ ടെസ്റ്റിമണീസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് കർത്താവ് തന്നതുകൊണ്ടാണ് ഇവിടെ ഞാൻ വന്ന് കർത്താവിൻ്റെ ദാസനെ രൂപ ചെയ്ത് തന്നപ്പം പറയുന്നത്. ഒന്നിലധികം കുടുംബങ്ങൾ റിസീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുണ്ട്. അതിൻ്റെ പോർട്ടൽ ഫാമിലിയുടെ ഭാഗമായിട്ട് ഒത്തിരി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഐ ഓണർ വൺസ് അഗൈൻ ആസ് ബിഹാഫ് ഓഫ് മീ ആൻഡ് സെറ ആൻഡ് our entire family and parents for this opportunity. God bless. Thank you. Glory to God. Hallelujah. Hallelujah. Blessed be the name of the Lord. Hallelujah. Thank you, Lord, for this blessed and wonderful time. ഈ അനുഗ്രഹീതമായ ഏറ്റവും മനോഹരമായ ഈ പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Thank you, Jesus. Let us say thank you, Jesus. Thank you, Jesus. Lift up your voice and say thank you, Jesus. ഈ പാട്ടിന്റെ വരികൾ ഒന്ന് പാടിയതിനു ശേഷം ഒന്ന് രണ്ട് വാക്കുകൾ ദൈവസന്നിധിയിൽ കർത്താവിനോടുള്ള നന്ദി സൂചകമായി അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. Sing together and praise the Lord. Worship Jesus. All glory to God, Jesus. ഇത്രത്തോളം എന്നെ കൊണ്ട് വന്നിടുവാൻ ഞാനുമേ കുടുംബവും എന്നുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ട് വന്നിടുവാൻ ഞാനുമേ കുടുംബവും എന്നുള്ളൂ. സങ്കീർത്തനം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നഗരവാതുക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെട്ടവൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. It's a promise. ഞാൻ കർത്താവിന്റെ ദാസനും സുമിത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാറയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. മക്കളെ, നിങ്ങൾക്ക് എത്ര വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു? 6 years. 6 വർഷം. 6 വർഷമായി ഇവർക്ക് തലമുറകളില്ലായിരുന്നു. ലാസ്റ്റ് ടൈം ഞാനും കർത്താവിന്റെ ദാസനും മാനുവേലും ഞങ്ങൾ ആ മീറ്റിങ്ങിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രിയ മക്കളോട് സംസാരിച്ചു. ആ സമയത്ത് സിസ്റ്റർ സാരയുടെ മുൻപിൽ ഒരു കൊച്ചു നിപ്പുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഇവർ മുമ്പിൽ നിപ്പുണ്ട്. അത് വേറെ ആരുടെയോ കുഞ്ഞാണ്. ആ മീറ്റിങ്ങിന് വന്ന ആരുടെയോ കുഞ്ഞാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ മോളോട് പ്രവചിക്കുകയാണ്, ഈ നിൽക്കുന്ന കുഞ്ഞ് നിന്റെ കുഞ്ഞല്ല, പക്ഷെ നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരും. നിനക്ക് ഞാനൊരു തലമുറയെ തരും. സ്വർഗത്തിലെ ദൈവം വാക്ക് പറഞ്ഞാൽ
മാറാത്തവനാണ്. അടുത്ത വാക്ക് ഇങ്ങനെയായിരുന്നു. ആരുടെയെങ്കിലും ഇവിടെ ക്യാമറ പിടിക്കാൻ ലിബിയോ മീഡിയ ടീമോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ആരുടെയെങ്കിലും കയ്യിൽ മൊബൈൽ ഫോണോ ക്യാമറ ഉണ്ടെങ്കിൽ ഇതൊന്ന് റെക്കോർഡ് ചെയ്തോ, അതൊരു ആങ്കൊച്ചായിരിക്കും. ദൈവം അതവർക്ക് നൽകുവാൻ പോകുന്നു. ഇന്ന് ആ മകനുമായി, ആ കലേബുമായി come on, കൈകളടിച്ച് കർത്താവിനെ നന്ദി പറയുന്നു. The Lord is faithful. Come on, let us say the Lord is faithful. Almighty Jesus is faithful. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന പുരുഷൻ അനുഗ്രഹീതനാകുന്നു. നിന്റെ ഭാര്യ നിന്റെ മേശയ്ക്ക് ചുറ്റും മുന്തിരി വള്ളിയായി, തലമുറകൾ ഒലിവായി, നിന്റെ ഭവനം യഹോവയാൽ അനുഗ്രഹപൂർണ്ണമാണ്. മക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവർ ഒലിവായിരിക്കുമെന്നാണ്. എന്താണ് ഒലിവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒലിവിന്റെ കായ ചതച്ച് അതിന്റെ എണ്ണ എടുത്താണ് ആലയത്തിലെ വിളക്കിൽ ഒഴിക്കുന്നത്. ഒലിവിന്റെ എണ്ണ അതെടുത്താണ് തൈലക്കൊമ്പിൽ നിറച്ച് അഭിഷേകം ചെയ്യുന്നത്. ഒരിക്കൽ വൃക്ഷങ്ങളുടെ രാജാവ് ആര് എന്നൊരു ചർച്ച ഉണ്ടായി എന്ന് ശലോമോൻ പറയുന്നു. ശലോമോന്റെ കാലത്തിൽ വൃക്ഷങ്ങളുടെ രാജാവ് ആര്? മാവ്, പ്ലാവ്, തേക്ക്, ദേവദാരു, ഒത്തിരി വൃക്ഷങ്ങളുണ്ട്. ഒടുവിൽ ശലോമോൻ പറയുന്നു, വൃക്ഷങ്ങളുടെ രാജാവായി ഒലിവിനെ തിരഞ്ഞെടുത്തു. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കെട്ടുകഥയല്ല, ഞാൻ ബൈബിളിലെ കാര്യമാണ് പറഞ്ഞത്. വൃക്ഷങ്ങളുടെ രാജാവായി ഒലിവിനെ തിരഞ്ഞെടുത്തു. നിന്റെ മക്കൾ മാവല്ല, മാമ്പൂ അല്ല, ഒലിവാണ്. ചിലര് എന്നെ സൂക്ഷിച്ചിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ചില മലയാളികൾ, വിശുദ്ധ മലയാളികൾ, ചില വ്യക്തികൾ പറയുന്ന ഒരു വാക്കുണ്ട്, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ആരും കൊതിക്കണ്ട. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ആരും കൊതിക്കണ്ട. വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന നിന്നോട് ദൈവം പറഞ്ഞത് നിന്റെ മക്കൾ മാവും മാമ്പൂ ആണെന്നല്ല, നിന്റെ മക്കൾ ഒലിവാണെന്നാണ്. Your children is an olive. Hallelujah. വൃക്ഷങ്ങളുടെ രാജാവായി ഒലിവിനെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാലേബിനെ നോക്കി പ്രൊഫസർ ചെയ്യുന്നു, He's going to rule it. നയിക്കുന്നവനായിരിക്കും. ആലയത്തിനകത്ത് തീ കത്തിക്കുന്ന ഒരു ഒലിവിന്റെ എണ്ണയായി, ശുശ്രൂഷയുടെ ഭാഗമായി പരിശുദ്ധാത്മാവിനെ മാറ്റും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഇത് ഇവരോട് മാത്രമുള്ള പ്രവചനമല്ല, ഇത് ഇവിടെ നിൽക്കുന്നവരോടുള്ള പ്രവചനമാണ്. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. എന്താണ് വീരന്റെ കയ്യിലെ അസ്ത്രത്തിന്റെ പ്രത്യേകത? ബ്രദർ, സിസ്റ്റർ, എന്താണ് വീരന്റെ കയ്യിലെ അസ്ത്രത്തിന്റെ പ്രത്യേകത? വീരൻ ഒരസ്ത്രം എടുത്താൽ, അവനാഴിയിൽ നിന്ന് ഒരു അസ്ത്രം എടുത്ത് തൊടുത്തു വിട്ടാൽ അതൊരിക്കലും മിസ്സാകത്തില്ല. അത് കൃത്യമായി ചെന്ന് പതിക്കും. ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുകയാണ്, നിന്റെ തലമുറകൾ നിനക്ക് മിസ്സാകത്തില്ല. അവരുടെ ലക്ഷ്യങ്ങൾ തെറ്റുകയില്ല. അവരുടെ ടാർഗറ്റുകൾ തെറ്റുകയില്ല. In the name of Jesus, I'm feeling the anointing of Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. We are going to bless this child. Father, in the name of Jesus, stretch your hand. We bless Caleb. കാലേബിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, എന്റെ ദാസനായ കാലേബോ അവൻ വ്യത്യസ്തമായ ഒരു ആത്മാവുള്ളവനായിരുന്നു. He make a difference. രാജ്യങ്ങളിൽ, പട്ടണങ്ങളെ, കാലേബ് മലകളെ, പർവ്വതങ്ങളെ പിടിച്ചെടുക്കിയതുപോലെ രാജ്യങ്ങളെ, പട്ടണങ്ങളെ കർത്താവിന് വേണ്ടി പിടിച്ചെടുക്കാൻ
കലേബിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. Father, we bless him. We release your grace. We release your blessings in the name of Father and the Son and the Holy Spirit, in Jesus' mighty name. Sister Sarah, ബാലശിക്ഷയിലും പത്യോപദേശത്തിലും ദൈവത്തിന്റെ കൃപയിലും ഈ കുഞ്ഞിനെ വളർത്താൻ യേശു കർത്താവ് ഈ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലോട്ട് തരുക. ആക്ച്വലി കാലേബ് യേശുവിൻ്റെയാ, വളർത്താൻ വേണ്ടി നിങ്ങളുടെ കയ്യിലോട്ട് തരുക. ഗോഡ് ബ്ലെസ് യു. May God bless you abundantly. May God bless you abundantly in Jesus' mighty name. Thank you. God bless you. ഇത്ര നന്മകൾ എന്തുള്ളൂ യോഗ്യത, ഇത്ര